പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 34-ാം ദിവസമാണിന്ന്. മാർച്ച് 21 ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി ശനിയാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളിൽ ഈശോയുടെ രൂപാന്തരീകരണം വിവരിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ധ്യാനം. രൂപാന്തരീകരണത്തിന് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് കയറിയെന്ന് തിരുവചനം പറയുന്നു. നമുക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിന് നാം നോമ്പുകാല തപശ്ചര്യകളുടെ, പ്രാർത്ഥനയുടെ, ആത്മീയ അനുഷ്ഠാനത്തിൻ്റെ ഒരു ഉയർന്ന മലയിലേക്ക് കയറണം. സാധാരണ നടപ്പിൽ നിന്നും ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അവർ മലമുകളിലേക്ക് കയറിയത്. നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ ദിവസങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തതയുള്ള മലകയറ്റം പോലെ ക്ലേശകരമായ ഒരു കാലത്തിലാണ് നോമ്പ് കാലത്തിലൂടെ നമ്മൾ നീങ്ങുന്നത്, അല്ലെങ്കിൽ നീങ്ങേണ്ടത്. ഇഷ്ടമുള്ള സാധനങ്ങൾ വേണ്ടെന്ന് വെച്ച് കൂടുതലായി പ്രാർത്ഥിച്ച് ആത്മീയ അനുഷ്ഠാനങ്ങൾ നടത്തി, തപശ്ചര്യകൾ നടത്തി ഒരു മലകയറ്റം പോലെ നമ്മുടെ ഈ കാലത്തെ കാണണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ പീഡാസഹന, കുരിശുമരണ, ഉത്ഥാന രഹസ്യങ്ങളോട്, പെസഹ രഹസ്യങ്ങളോട് അടുക്കുന്ന നമുക്ക് ഈശോ നൽകുന്ന കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ശിഷ്യന്മാർ പറഞ്ഞു, ഈശോയെ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഉടനെ തന്നെ കാണുന്നു, അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായി. ചോദിച്ചതൊരു 3 കൂടാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാരങ്ങൾ മലയടിവാരത്തിൽ ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പബ്ലിക്കായ പൊതുസ്ഥലങ്ങളിൽ ചെയ്യുന്ന കാര്യമാണ്. മലയിൽ അത്തരത്തിലൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. ഈശോ ഉടനെ അതിന് മറുപടി പറയുന്നില്ല. പക്ഷെ സ്വർഗമാണ് അതിന് മറുപടി കൊടുക്കുന്നത്. ഒരു മേഘം കൂടാരം പോലെ വന്ന് അവരുടെ മുകളിൽ നിൽക്കുന്നു. അവർ ഭൗതികമായ കൂടാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കൂടാരം അവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സ്ഥലമാണ്, ഒരാവരണമാണ്. എന്നാൽ ഇവിടെ ഇതാ സ്വർഗം മേഘം കൊണ്ട് ഒരാവരണം ഉണ്ടാക്കുന്നു. മേഘം അവരെ ആവരണം ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. ആ മേഘത്തിൽ നിന്ന് ഉടനെ ഒരു സ്വരം കൂടി കേൾക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സുവിശേഷ സന്ദേശം വളരെ വ്യക്തമാണ്. കൂടാരം മലയടിവാരത്തിൻ്റെ ചിന്തയാണ്. എന്നാൽ ഇപ്പോൾ ഈ നോമ്പുകാലത്തിൻ്റെ മലയിലേക്ക് കയറി പ്രായശ്ചിത്ത പരിഹാര പ്രവർത്തനങ്ങളിലൂടെ നീങ്ങുമ്പോൾ വീണ്ടും ലോകത്തിൻ്റെ ചിന്തകളിൽ താഴേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് മലയിൽ കയറിയ പശ്ചാത്താപത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, ആത്മീയതയുടെ, പ്രാർത്ഥനയുടെ മലയിൽ കയറിയ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈശോയുടെ സ്വരം കേൾക്കുക എന്നുള്ളതാണ്. മേഘത്തിൽ നിന്ന് കേട്ടത് അതാണ്, ഇനി ഇവനെ ശ്രവിക്കുവിൻ. ഈശോയുടെ വാക്കുകൾക്ക്, ദൈവവചനത്തിന് കൂടുതൽ ചെവി കൊടുക്കേണ്ട, കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ദിവസങ്ങളോട് നമ്മൾ അടുക്കുകയാണ്. കൂടാരം സാധാരണ രീതിയിൽ നിർമ്മിക്കുന്നത് പോലെ ഭൂമിയുടേതായ, മലയടിവാരത്തിൻ്റെതായ താഴ്ന്ന രീതിയിലുള്ള ചിന്താഗതികൾ മാറ്റി ഉയർന്ന സ്ഥലത്തേക്ക് പ്രാർത്ഥനയിലൂടെ കയറി ഈശോയെ കേൾക്കേണ്ട ദിവസങ്ങളാണിതെന്ന് ഈശോ വളരെ പ്രാധാന്യത്തോടെ ഈ രൂപാന്തരീകരണ സംഭവത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആദിമാതാപിതാക്കൾ ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിൻ്റെ സ്വരം ആദ്യ നാളുകളിൽ കേട്ടുകൊണ്ടിരുന്നു. അതിനിടയിലാണ് അവർക്ക് ഭൂമിയിലെ ചില ജീവികളുടെ സ്വരങ്ങൾ കൂടുതൽ മധുരതരമായി തോന്നിയത്. സർപ്പം അവരോട് സംസാരിക്കാൻ വന്നപ്പോൾ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ആ ജീവി അവരോട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തേക്കാൾ നല്ലതായി അവർക്ക് ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ആ സർപ്പത്തിൻ്റെ സ്വരത്തിനെ തോന്നി. അപ്പോഴത്തെ ആ നൈമിഷിക സുഖവും കേൾക്കാൻ ഇമ്പകരവുമായ കാര്യം അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയിലേക്കും പാപത്തിലേക്കുമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയുടെ മലയിൽ കയറി ദൈവത്തെ കൂടുതലായി കേൾക്കേണ്ട ദിവസമാണിത്. നമുക്ക് ആത്മശോധന ചെയ്യാം. ഇപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ സ്വരങ്ങളും ഈ ലോകം തരുന്ന സന്തോഷങ്ങളുടെ ശബ്ദങ്ങളുമാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്? അതെയോ സുവിശേഷത്തിൽ, വചനത്തിൽ ദൈവത്തിൻ്റെ സ്വരത്തെ കൂടുതലായി കേൾക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ എന്ന് പറഞ്ഞ വചനം നമ്മളോടും കൂടി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ദൈവവചനം കൂടുതലായി ധ്യാനിക്കാനും ഈശോയുടെ സ്വരം നമ്മൾ വായിക്കുന്ന തിരുവചനത്തിലും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിലും ഈശോയുടെ സ്വരം കേൾക്കാനായി നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.